ആണ് 77,000 കിലോമീറ്റർ. ഓക്കെ, വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. LXi AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോയും വരുന്ന വണ്ടി. ഇത് 2003 28 വരെ പേപ്പറുള്ള വണ്ടിയാണ്. AC വണ്ടി. 2008 2028 വരെ പേപ്പറുള്ള ആൾട്ടോ LX ആണ്. ഇത് 2019 ZXi ഓട്ടോമാറ്റിക് ആണ്. ഡിസയർ ഇത് ഡീസലാണ്. 2013 ഡീസൽ. ട്രിവാൻഡ്രം വേണ്ടി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാനിപ്പോൾ ഉള്ളത് കല്ലമ്പലം യൂസ്ഡ് കാർസിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പുതിയ ഓണത്തിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ബഡ്ജറ്റ് സെഗ്മെൻറ്റുകൾ, മിഡിൽ സെഗ്മെൻറ്റുകൾ, MVV സെഗ്മെൻറ്റ് എല്ലാം വരുന്നുണ്ട്. SUV വരുന്നുണ്ട്. ഇവിടെ ഷേട്ടബ്രോ ഉണ്ട്. വീട്ടിലോട്ട് സ്വാഗതം. ഓണം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അഡ്വാൻസ് ഓണാശംസകൾ കേട്ടോ. ഓണാശംസകൾ. നമ്മൾ ഓണം പ്രമാണിച്ച് നമുക്ക് എന്തെങ്കിലും ഓഫർ വരുന്നുണ്ടോ? നമുക്ക് ഓണം പ്രമാണിച്ച് ഇന്ന് മുതൽ വണ്ടി എടുക്കുന്ന എല്ലാവർക്കും ഈ മാസം ലാസ്റ്റ് വരെ എടുക്കുന്ന എല്ലാ കസ്റ്റമറിനും ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ. എന്താണ് ഇന്ധനമാണ് ഫുൾ ടാങ്ക്? ഓക്കെ, അപ്പോൾ അതാണ് ഓഫർ. നമ്മുടെ ഓണത്തിന് ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്ത വർഷം മുതൽ 2012 മുതൽ ചെയ്യാം. ലൊക്കേഷൻ പറയാം, തിരുവനന്തപുരം ആറ്റിങ്ങൽ. കറക്റ്റ് ലൊക്കേഷൻ പറയും, ആറ്റിങ്ങൽ LMS ജംഗ്ഷനിലാണ്. അപ്പം വേറെ കാര്യം പറയാം, ഇതല്ലാതെ അവർക്ക് പുതിയൊരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കല്ലമ്പലത്ത് തന്നെ കല്ലമ്പലം കാർസ് ഒരു ഷോറൂം വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഷോറൂം മൊത്തത്തിലുണ്ട് കല്ലമ്പലം കാർസിൽ. അപ്പോൾ നമ്മുടെ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. ബ്രോ, നമ്മുടെ മാരുതി 800 എങ്ങനെ 800 വരുന്നത്? ഇത് 2003 28 വരെ പേപ്പറുള്ള വണ്ടിയാണ്. AC വണ്ടി. വണ്ടി നല്ല വൃത്തിയായിരിപ്പുണ്ട് അല്ലേ? നല്ല വണ്ടി. അടി എന്താ കട്ടറും കാര്യങ്ങളും സ്പോയിലർ എല്ലാം വെച്ചിട്ടുണ്ട്. ടയർ കണ്ടീഷൻ കൊള്ളാം. ഒരു 800 നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം അല്ലേ? ഓക്കെ. എന്താ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, സൂപ്പർ ആയിരിപ്പുണ്ട് കേട്ടോ. പിന്നെ വൃത്തിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല വണ്ടി. ഓക്കെ, പറയാം. എഞ്ചിനൊക്കെ പക്കയാണല്ലോ. നല്ല വണ്ടി. കുഴപ്പമില്ല. ഇപ്പം എങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? 49 രൂപയ്ക്ക് കൊടുക്കാം. 49 രൂപ കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഓൾട്ടോ 2008 2028 വരെ പേപ്പറുള്ള ആൾട്ടോ LX ആണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ 85,000. ഓക്കെ. ഓണർഷിപ്പ് എത്രയായി ബ്രോ? ഓണർ 3rd. കാരണം ഓൾട്ടോയിൽ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. പഴയ വണ്ടി വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നമ്മൾ ഓൾട്ടോയിൽ മാറുന്നതിനെ സംബന്ധിച്ച് വണ്ടിയുടെ കണ്ടീഷൻ നോക്കി എടുക്കാന്നുള്ളത്. പിന്നെ അത്രയും പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ വണ്ടി വൃത്തിയുണ്ടോ? ഇന്ത്യൻ കണ്ടീഷൻ, സീറ്റ് വർക്ക് ഫാബ്രിക്കാണ്, പക്ഷേ നല്ല വൃത്തിയായിരിപ്പുണ്ട്. പോളിഷ് എല്ലാം ചെയ്തിട്ടായിരിക്കും. അതെ, വേറെ ഒന്നും ചെയ്യാനില്ല. നീറ്റ് കണ്ടീഷൻ, സ്ക്രാച്ചസ് പോലെ നല്ല വണ്ടി. ടയർ കണ്ടീഷൻ കൊള്ളാം. ഇപ്പോൾ സാധാരണക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാം. കുറഞ്ഞ ഒരു ബഡ്ജറ്റിലൊക്കെ നോക്കുന്നവർക്ക് LXi ആണ്. ഇത് LX ആണ്. AC മാത്രം വരുന്നുണ്ട്. AC വർക്കിംഗ് ആണല്ലോ. AC വർക്കിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 85 രൂപയ്ക്ക് കൊടുക്കാം. 85 രൂപ. അപ്പം നെക്സ്റ്റ് ഓൾട്ടോ കേട്ടൺ. ഇത് 2011 മോഡലാണ്. ഓക്കെ. പുതിയ പേപ്പർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. പുത്തൻ പേപ്പർ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ. പുത്തൻ പേപ്പറാണ്. കിലോമീറ്റർ എത്രയായി ബ്രോ? കിലോമീറ്റർ 85,000. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ഫ്രണ്ട് കുറച്ച് നല്ല കേട്ടോ. ഫ്രണ്ട് പുത്തൻ ടയർ ഉണ്ട് കേട്ടോ. ബാക്ക് ആവറേജ് ആണ്. അത്ര കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ മങ്ങലൊക്കെ ഉള്ളൂ. സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? VXi വേരിയൻറ്റ്. VXi ആണല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? ഇത് നമുക്ക് 1,45,000 രൂപയ്ക്ക് കൊടുക്കാം. 1,45,000 കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് സെൻ എസ്റ്റിലോ 2008 മോഡൽ. ഓക്കെ. LXi AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോയും വരുന്ന വണ്ടി അല്ലേ? 28 പേപ്പർ വരുന്നത്. 28 പേപ്പർ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ഇതും നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ വണ്ടി. ആ ഒരു ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ടല്ലേ? ഡെൻ്റ് ഒന്നുമില്ല, വൃത്തിയായിരിപ്പുണ്ട്. അവിടെ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, വൃത്തിയായിരിപ്പുണ്ട്. ഒരു സീറ്റ് വെച്ചിട്ടുണ്ട്. 2 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ. ടയറൊക്കെ പുതിയത്, 2 പുത്തൻ ടയർ കിടപ്പുണ്ട് കേട്ടോ. ടയറൊക്കെ ഒരു അത്യാവശ്യം ഉണ്ട്. 2 പുത്തൻ ടയർ, 80% ടയറുണ്ട്. ടയർ നടത്താലത്ത് മാറണ്ട, ഒന്നും ചെയ്യണ്ട. അതെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 95 രൂപയ്ക്ക് കൊടുക്കാം. 95 രൂപ കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ i20 2010 പെട്രോൾ സ്പോർട്സ് പേപ്പറാണ്. ട്രിവാൻഡ്രം വണ്ടിയാണ്. അതെ. ഓക്കെ. ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ. സ്പോർട്സ് വേരിയൻ്റ് അല്ലേ? സ്പോർട്സ്. അപ്പം ടോപ്പ് എൻഡ് തൊട്ട് താഴെയുണ്ട്. പക്ഷേ എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്സ് വരുന്നുണ്ട്. ബോഡിയൊക്കെ നീറ്റാണ് കേട്ടോ. സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല, ക്ലീൻ കണ്ടീഷനാണ്. ടയർ കണ്ടീഷനൊക്കെ പക്ക. ടയറൊക്കെ ഒരു 80% ടയറുണ്ട്. 80 അല്ല, കൂടുതലുണ്ടല്ലേ? പുത്തൻ ടയർ തന്നെ, പുതിയ ടയർ. ഓക്കെ. സീറ്റ് വർക്ക് വൃത്തിയായിരിപ്പുണ്ട്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബ്രോ, i20 പെട്രോൾ മൈലേജ് നമുക്കൊരു 12-13 ആ റേഞ്ച് വരുമല്ലോ. 13 റേഞ്ച്. ഓക്കെ. ട്രിവാൻഡ്രം വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് അപ്പോൾ പ്രൈസ്? ഇത് 1,75 കൊടുക്കാം. 1,75. ഓക്കെ. വാഗണാർ 2012 LXi ആണ്. 77,000 കിലോമീറ്റർ. ഓക്കെ.
വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, നല്ല ക്ലീൻ വണ്ടി അല്ലേ? KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതെ. ഓക്കെ, വണ്ടി നീറ്റ് കേട്ടോ, എന്നാൽ ബോഡിയൊക്കെ നീറ്റ് ആയിരിപ്പുണ്ട്, ഒറിജിനാലിറ്റി അങ്ങനെ നിൽപ്പുണ്ട്, സ്ക്രാച്ചസ് ഒന്നുമില്ല. ടയറൊക്കെ ഏതാണ്ടൊരു 90% അല്ല 80-90% ടയറുണ്ട്. ബ്രിസ്റ്റോൺ ടയറാണ് നടക്കുന്നത്. നല്ല ടയർ എടുത്തിട്ടൊന്നും ചെയ്യാനില്ലല്ലോ, വൃത്തിയായി ബോഡിയൊക്കെ വൃത്തിയായിരിപ്പുണ്ട്. ഇന്ത്യൻ കണ്ടീഷൻ നോക്കിയാലും അവിടെ സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട്, വൃത്തിയായിരിപ്പുണ്ട്. ഒരു 4 സ്റ്റീരിയോ ഇരിപ്പുണ്ട്. 2.4 AC പവർ സ്റ്റിയറിംഗ്. വാഗണാർ ഒരു ഫാമിലിക്ക് എടുത്ത് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല വണ്ടി, അത്യാവശ്യം മൈലേജ് 10-15 മൈലേജും കിട്ടും, നല്ല യാത്ര സുഖമുണ്ട്. അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് 220 കൊടുക്കാം. 220. ലോൺ എങ്ങനെ വരും ബ്രോ? ലോൺ ഒരു 1.5 രൂപ ലോൺ കയറുമല്ലോ. നമുക്ക് കുറച്ച് ചെറിയ വണ്ടികൾ ഓടിച്ചൊന്ന് കാണിക്കാം. ഓൾട്ടോ 800 എങ്ങനെ ഡീറ്റെയിൽസ്? 2016 ആൾട്ടോ 800 LXi. എങ്ങനെയാണ് പ്രൈസ് വരുന്നത് അപ്പം? ഇത് നമുക്ക് 240 കൊടുക്കാം. 240 കൊടുക്കാം. 2016 വണ്ടി, നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടി. അപ്പോൾ അടുത്തൊരു ഓൾട്ടോ എടുപ്പെടുന്നത് ഇത് 2016 തന്നെ. ഓക്കെ, ഇത് 235 കൊടുക്കാം. 235 കൊടുക്കാം. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല, നല്ല വണ്ടികൾ. ഓക്കെ, അടുത്തൊരു ബീറ്റ് കിടപ്പുണ്ട് കേട്ടോ. ഇത് ഡീസലാണ്, 2016 വണ്ടി. ഇങ്ങനെ ഇത് നമുക്ക് 1.30 കൊടുക്കാം. കിലോമീറ്റർ എത്ര അതിന്റെ? ഇത് 80,000 കിലോമീറ്റർ. വണ്ടി കണ്ടീഷൻ ആണല്ലോ, നല്ല വണ്ടി. ഡീസൽ ബീറ്റ് നല്ല മൈലേജ് ആണ് കേട്ടോ, നമുക്ക് നോക്കാം. അടുത്തൊരു ഓൾട്ടോ 800 കിടപ്പുണ്ട്. ഇത് 2013 VXi ആണ്. ഓക്കെ, ഇതെങ്ങനെ? 1.65 കൊടുക്കാം. 1.60 കൊടുക്കാം. ബ്രോ നെക്സ്റ്റ് സെലേരിയോ. ഇത് 2019 ZXi ഓട്ടോമാറ്റിക് ആണ്. ZXi അല്ലേ? ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക്. ഓക്കെ, എയർ കണ്ടീഷനർ കൊണ്ടാണ് വണ്ടിക്ക് പവർ കൊണ്ടും. ബ്രോ ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ. ഓക്കെ, KL01 ട്രിവാൻഡ്രം വണ്ടിയാണ് കേട്ടോ. ബോഡിയൊക്കെ നീറ്റ്, ഒന്നും പറയാനില്ല, ഡെൻ്റ് ഒന്നുമില്ല, ക്ലീൻ കണ്ടീഷൻ അല്ലേ? ആ ഡ്രൈവർ സൈഡ് ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഒന്നുമില്ല, ഡോർ മാത്രം അല്ലേ? ഡോർ മാത്രം, കമ്പനി തന്നെ മാറിയിരിക്കുന്ന. ഓക്കെ, സീറ്റ് വർക്ക് ഉണ്ട് കേട്ടോ. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓർഡർ പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, സ്റ്റീയർ മൗണ്ട് കൺട്രോൾ, എയർ ബാഗ് എല്ലാം ഉള്ള സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ടയർ കണ്ടീഷൻ കൊള്ളാൻ ഗുഡാണ് വണ്ടി. ഇത് നമ്മുടെ ഈ ഡോർ റീപ്ലേസ് ഹിസ്റ്ററിയിലുള്ളതല്ലേ? ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 4,50,000 രൂപയ്ക്ക് കൊടുക്കാം. 4.5 ലക്ഷം രൂപ. ഓട്ടോമാറ്റിക് ആണ്, ഒരു 4 രൂപയ്ക്ക് മേലെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഹോണ്ട അമേസ് 2021 VX. ഓക്കെ, സിംഗിൾ ഓണർ 70,000 കിലോമീറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, IV ടെക് പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട് അല്ലേ? നീറ്റ് കേട്ടോ, ഒരു സ്ക്രാച്ച് പോലും ഇല്ല, ക്ലീൻ കണ്ടീഷനാണ്. വേറെ മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷനൊക്കെ പക്ക കേട്ടോ, ഒരു അത്യാവശ്യം ഒരു 70% കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ, കാരണം ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, തന്നെ വൃത്തിയായിരിക്കും കേട്ടോ. മെയിൻറ്റൈൻഡ് ആണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, AC, ഓട്ടോമാറ്റിക് AC, സ്റ്റീയർ മോഡ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലോയ്സ്. കാരണം ടോപ്പ് എൻഡ് വെഹിക്കിൾ അല്ലേ? ഹോണ്ട അമേസ് പെട്രോൾ നമുക്ക് മൈലേജ് ഒരു 15-16 റേഞ്ച് പ്രതീക്ഷിക്കാം. 15 അപ്പോൾ എങ്ങനെയാണ് ബ്രോ പ്രൈസ്? നമുക്ക് 6.40 ലാസ്റ്റ് കൊടുക്കാം. 6.40. ഓക്കെ, ഫിനാൻസോ? ഫിനാൻസ് 6 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്തു. ബ്രോ നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ ടാക്സി 2016 പുത്തൻ പുതിയ പേപ്പറാണ്. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, ഒരാഴ്ചയായുള്ളൂ. ഓക്കെ, കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്രയാണ്? കിലോമീറ്റർ 170, തേർഡ് ഓണർ. ഓക്കെ, സർവീസ് കമ്പനി സർവീസ് തന്നെയാണോ? പുറത്തായിരിക്കും. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ പക്ക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സ്വിഫ്റ്റ് ഡിസയർ ഡീസലാണ് കേട്ടോ. മൈലേജ് എന്തായാലും 22 കിട്ടും. ടാക്സി ഓടാൻ ഡീസൽ ബെറ്റർ ആണ്. അതെ, ടയർ കണ്ടീഷനും കൊള്ളാം. ബോഡി ഓരോ കൊല്ലത്തേക്ക് പുതിയ പേപ്പറുണ്ട്. അപ്പോൾ ടാക്സി ഓടാൻ ഉദ്ദേശിക്കുന്നവർക്ക് എടുക്കാം. സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓർഡർ പവറിൻ്റെ ചെയ്തിട്ടുണ്ട്. ബ്രോ അപ്പം നമ്മുടെ ബാക്കിയെല്ലാം വർക്കിംഗ് അല്ലേ? വർഷങ്ങളൊന്നുമില്ലല്ലോ? എല്ലാം വർക്കിംഗ്, നല്ല വണ്ടി. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. എല്ലാം ഇതും കഴിഞ്ഞ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാരണം എല്ലാം വർക്കിംഗ് ആണെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതെ. എങ്ങനെയാണ് പ്രൈസ്? ഇത് 2.90 കൊടുക്കാം. 2.90. ലോൺ കയറുമോ? 2 രൂപ ലോൺ കിട്ടും. ടൊയോട്ട ഗ്ലാൻസ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2023 സിംഗിൾ ഓണർ, 37,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഫുൾ ഓപ്ഷൻ ആണ്. വണ്ടി വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഓക്കെ, വണ്ടി നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. വേറെ സ്ക്രാച്ചോടെ കാര്യങ്ങളൊന്നും ഇല്ല. വി ആണ് വേറെ ഫുൾ കവർ ഇൻഷുറൻസ് മെനിയാന്ന് എടുത്തിട്ടേ ഉള്ളൂ. 7 ലക്ഷം രൂപ IDV ഉണ്ട്. സീറ്റ് ഫാബ്രിക് ആണ്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, സ്റ്റീയർ മൗണ്ട് കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഫോർവേഡ് പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കീലെസ് എൻട്രി എല്ലാ സംഭവം വരുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഫിനാൻസ് കൊടുക്കാം. ഫുൾ ഫിനാൻസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൈസ്? 6,75,000 രൂപയ്ക്ക് കൊടുക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടി. സ്വിഫ്റ്റ് ഡിസയർ ഇത് 2014 സിംഗിൾ ഓണർ, 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. ഓക്കെ, ലോ കിലോമീറ്റർ വെഹിക്കിളാണ് കേട്ടോ. നല്ല വണ്ടി. സർവീസ് കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ് അല്ലേ? ബോഡിയൊക്കെ നീറ്റ്, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല.
ടയർ കണ്ടീഷനും കൊള്ളാം, ഒരു 70% ടയറുണ്ട്. ഇതിൻ്റെ ഒരു കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, വൃത്തിയായിരിപ്പുണ്ട് കേട്ടോ. ഫോർഡർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ലോ കിലോമീറ്റർ വെഹിക്കിളാണ്. അപ്പം എങ്ങനെയാണ് ബ്രോ പ്രൈസ്? ഇത് നമുക്ക് 3000 രൂപയ്ക്ക് കൊടുക്കാം. 3.5. ആ, ലോണോ? ലോൺ ഏകദേശം ഒരു 3 രൂപയ്ക്ക് മേലെ ലോണും കിട്ടും. ബ്രോ ഈ 14 ആകുമ്പോൾ അടവ് എത്ര കിട്ടും നമുക്ക്? 3 കൊല്ലമൊക്കെ ചെയ്യാൻ പറ്റും. ശരിയായിട്ടും ബ്രോ, നെക്സ്റ്റ് ഡിസയർ. ഇത് ഡീസലാണ്, 2013 ഡീസൽ. ട്രിവാൻഡ്രം വേണ്ടി. അതെ. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ 1,03,000 കിലോമീറ്റർ. മേജർ സർവീസ് ചെയ്ത്. കമ്പനി സർവീസ് തന്നെയാണോ? ആ, കമ്പനി സർവീസ്. ഓക്കെ, വീഡിയോ വേണ്ടിയാണ് കേട്ടോ. എല്ലാ ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട്. ടയറും 4 പുത്തൻ ടയറുണ്ട്. വണ്ടി കൊള്ളാം കേട്ടോ, വൃത്തിയുണ്ട്. ഓക്കെ, അതാണ് സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ഫോർഡർ പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്. ഡിസയർ ഡീസലിന് മൈലേജ് എന്തായാലും 20-22 മൈലേജ് കിട്ടും. ലോങ് പോവാണ് 22 ആ റേഞ്ചൊക്കെ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്? 3,50,000 രൂപ. 3.5. ഫിനാൻസോ? ഫിനാൻസ് ഒരു 2.25 റേഞ്ചൊക്കെ കിട്ടും.